ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് യമ്മി ആൻഡ് ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ്. ഏകദേശം 250 ഗ്രാമോളം പാസ്ത എടുത്തിട്ടുണ്ട്. ഒരു അലുമിനിയം പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അതിലേക്ക് ഒരു പിടി കല്ലുപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇത്രയും ചേർത്താണ് തിളപ്പിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പാസ്ത ഇടുക. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 85-90% വരെ കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. അതിൽ കൂടുതലായാൽ കുഴഞ്ഞു പോകും. ഇത് നമ്മുടെ പാസ്ത കുക്കായിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം, ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഉള്ളി, അത് ചെറുതായിട്ട് സ്ക്വയർ പീസായിട്ട് അരിഞ്ഞത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ നിറമാവണ വരെ ഒന്നും നമ്മൾ വഴറ്റരുത്. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇനി ക്യാരറ്റ്, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇത്രയും വെജിറ്റബിൾസിന് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറേ വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി പാസ്തയിൽ ഉപ്പ് ചേർത്തിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വലിപ്പമുള്ളൊരു കടായി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്രഷ് ബട്ടറാണ് കേട്ടോ. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. അതിനുശേഷം ഏകദേശം 4 ടേബിൾ സ്പൂണോളം മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൈദ ഇങ്ങനെ ഇട്ടും വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാലെടുക്കുക. അതിലേക്ക് മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതും ഇട്ട് കൊടുക്കുക. 2 രീതിയിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പാല് അല്പാൽപ്പം ചേർത്ത് ഈ കട്ട നന്നായിട്ട് ഉടച്ചെടുക്കുക. പാലിൽ മൈദ മിക്സ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒഴിക്കുന്നത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടയൊന്നും ഉണ്ടാവില്ല. ഒന്നുകൂടി എളുപ്പം അങ്ങനെയായിരിക്കും തോന്നുന്നു. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുഴുവൻ പാൽ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ട് തിള വരുന്നത് കാണുന്നില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് ഒറിഗാനോ പൗഡർ കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. എപ്പോഴൊന്നും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെ അതില്ലാണ്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. നല്ല സ്വാദാണ്. ഇത് അത്യാവശ്യം തിളക്ക് വരുന്നുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാ നോക്കൂ, യമ്മി ആൻഡ് ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. സോ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.